الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولولا دفع الله الناس بعضهم ببعض لفسدت الأرض ولكن الله ذو فضل على العالمين സഹോദരന്മാരെ സഹോദരികളെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്ന് ഓർമ്മിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും മുത്തഖികളും മുവഹിദുകളുമായി ജീവിക്കുവാനും ഈ ലോകത്തോട് വിട പറയുവാനും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം അൽ ബഖറയിലെ 251-ാമത്തെ വചനത്തിന്റെ അവസാന ഭാഗമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. അൽ ബഖറയിലെ 246 മുതൽ 251 വരെയുള്ള വചനങ്ങൾ ഇസ്രായേൽ സന്തതികളുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ് വിവരിക്കുന്നത്. ജാലൂത്ത് എന്ന പേരുള്ള അക്രമിയായ ഒരു ഭരണാധികാരി, ആ ഭരണാധികാരിയിൽ നിന്ന് ബനൂ ഇസ്രായേലിനെ രക്ഷിക്കാൻ വേണ്ടി താലൂത്ത് എന്ന് പറയുന്ന ഒരാളിനെ നിയോഗിക്കുന്നു. ആ നിയോഗിക്കപ്പെടുന്ന വ്യക്തി ബനൂ ഇസ്രായേൽക്കാരെ സംബന്ധിച്ചിടത്തോളം മാനസികമായി ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ടായിരുന്നു. എന്നാലും നിയോഗിച്ചതല്ലേ എന്നുള്ള നിലയിൽ അംഗീകരിക്കുകയായിരുന്നു നിർബന്ധിതമായി. അവസാനം ഈ ജാലൂത്ത് എന്ന് പറയുന്ന അക്രമിയായ ഭരണാധികാരിയിൽ നിന്നും താലൂത്തിലൂടെ ഉണ്ടായ ഏറ്റുമുട്ടലും യുദ്ധവും ഒക്കെ നിമിത്തം അവരെ അവർ പരാജയപ്പെടുത്തി. ദാവൂദിലൂടെ ജാലൂത്തിന്റെ വധം നടക്കുകയും ചെയ്തു. ഈ സംഭവമാണ് ഈ വചനങ്ങളിൽ വിശകലനം ചെയ്യുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം
ഫഹസമൂഹും ബിഇദ്നില്ലാഹ്, അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി അവർ പരാജയപ്പെടുത്തി. വഖതല ദാവൂദ് ജാലൂത്ത, ദാവൂദ് ജാലൂത്തിനെ വധിക്കുകയും ചെയ്തു. ഞാൻ ചരിത്ര സംഭവങ്ങളിലേക്കൊന്നും പോകുന്നില്ല. വആതാഹുല്ലാഹുൽ മുൽക വൽ ഹിക്മത വഅല്ലമഹു മിമ്മാ യശാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ദാവൂദിന് അധികാരവും വിജ്ഞാനവും നൽകി. പിന്നെ എന്താണോ അള്ളാഹു ഉദ്ദേശിച്ചത് അതിൽ നിന്നെല്ലാം അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ഇത്രയും കാര്യം പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകരുടെ പൊതു നന്മ ഉദ്ദേശിച്ച് ഈ ലോകത്ത് നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നടപടിക്രമത്തെ കുറിച്ച് ഉണർത്തുകയാണ് ആ വചനങ്ങൾ ചെയ്യുന്നത്. അതിന്റെ അർത്ഥം വലൗലാ ദഫ്ലുല്ലാഹി നാസ ബഅദഹും ബിബഅദിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളിൽ നിന്ന് ചിലരെ മറ്റു ചിലർ മുഖേന പ്രതിരോധിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ, തടഞ്ഞു നിർത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ ലഫസദത്തിൽ അർദു, ഭൂലോകം തന്നെ ഫസാദായി പോകുമായിരുന്നു. വലാകിന്നല്ലാഹ, പക്ഷേ അല്ലാഹു ദു ഫളലിൻ അലൽ ആലമീൻ, ലോകരോട് വളരെ ഔദാര്യ മനോഭാവമുള്ളവനാണ് അല്ലാഹു. ഇതാണ് ഞാൻ ഓതി വെച്ച ആ വചനത്തിന്റെ സാരം. ഏറെക്കുറെ വിഷയം വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അള്ളാഹുവിന്റെ നടപടിക്രമം എപ്പോഴും ശാക്തികമായ സന്തുലിതാവസ്ഥ നിലനിർത്തുക എന്നുള്ളതാണ്. ആ നടപടിക്രമം ഒരു വേള അവൻ നേരിട്ട് ഇടപെട്ടുകൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇടപെടുത്തിക്കൊണ്ടോ ഒക്കെ ആയിരിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ജാലൂത്ത് എന്ന് പറയുന്ന ഭരണാധികാരിയുടെ അതിക്രമം അതിന്റെ മൂർധന്യ ദിശയിൽ എത്തിയപ്പോഴാണ് അവരെ സഹായിക്കാൻ വേണ്ടി ഒരാളിനെ അവർ ആവശ്യപ്പെട്ടപ്പോൾ അവർക്ക് നിയോഗിച്ചു കൊടുത്ത ആളാണ് താലൂത്ത് എന്ന് പറയുന്ന ആൾ. ആ ആളിലൂടെ തന്നെയാണ് അവസാനം അവരെ പരാജയപ്പെടുത്തി ഇവർ വിജയശ്രീയിൽ ആളിതരാവുകയും ചെയ്യുന്നത്. ഇതാണ് ആ സംഭവം. എന്നിട്ട് അല്ലാഹു പറഞ്ഞതാണ്, പരസ്പരം ജനങ്ങളെ തടഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ, ഇപ്പൊ ഒരു വ്യക്തി, ആ വ്യക്തി ഞാനാണ് എല്ലാം എന്നുള്ള ഭാവത്തിൽ ആ വ്യക്തിയെ ചുറ്റിപ്പറ്റിയുള്ള അവദാനങ്ങളും കാര്യങ്ങളും മാത്രമായി മുന്നോട്ട് നീങ്ങുമ്പോൾ അതിരും എതിരുമില്ലാത്ത പ്രവർത്തനങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകും. എതിർക്കാൻ ആളില്ല എന്നുള്ള മനോഭാവം വരുമ്പോൾ, അല്ലെങ്കിൽ എതിർക്കപ്പെടുന്നവരെ ഇല്ലായ്മ ചെയ്തു പോകുന്ന ഒരു അവസ്ഥാവിശേഷം സംജാതമാകുമ്പോൾ, അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നത് എന്താ? സമാധാന ജീവിതം തകരും, മനുഷ്യത്വം ഇല്ലാതെയാകും, ധാർമ്മികത ചോദ്യം ചെയ്യപ്പെടും, എല്ലാ നന്മകളും കുഴിച്ചു മൂടപ്പെടും. ഒരേ ഒരു ചിന്ത മാത്രവുമായി മുന്നോട്ടുള്ള നീക്കം, അതിന്റെ മുന്നിൽ ഏത് നന്മയ്ക്കും ഒരു വിലയുണ്ടാവില്ല. അതാണ് നമ്മൾ സാധാരണയായി കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യം. അങ്ങനെ വരുമ്പോൾ എന്ത് വരും? എതിർക്കാൻ ആളില്ല, അല്ലെങ്കിൽ ആരുമില്ല, തടയാൻ ശക്തരായ ആരുമില്ല എന്നുള്ള ഒരു മനോഭാവം വരുന്നതോടുകൂടി എല്ലാം കൈവശപ്പെടുത്തി മുന്നോട്ട് അങ്ങോട്ട് നീങ്ങും. ആ നീക്കം ശക്തിപ്പെട്ടു വരുമ്പോഴാണ് അള്ളാഹുവിന്റെ ഇടപെടലുകൾ ഉണ്ടാവുക. ആ ഇടപെടൽ എന്തായിരിക്കും? മറ്റൊരു വിഭാഗത്തെ കൊണ്ട് തടഞ്ഞു നിർത്തുക എന്നുള്ളതാണ് അള്ളാഹു ചെയ്യുന്ന ഇടപെടൽ. ഇത് വിശുദ്ധ ഖുർആനിലെ 2 സ്ഥലങ്ങളിൽ ഈ പരാമർശം നമുക്ക് കാണാം. ഒന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞ സൂറത്തുൽ ബഖറയിലെ താലൂത്തിന്റെയും ജാലൂത്തിന്റെയും സംഭവവുമായി ബന്ധപ്പെട്ടുള്ള പരാമർശമാണെങ്കിൽ, ഇതേ ആശയം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന മറ്റൊരു സ്ഥലം സൂറത്തുൽ ഹജ്ജിലെ 40-ാമത്തെ വചനമാണ്. അവിടെ അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൗഹീദി പ്രബോധനവും അത് ആകൃഷ്ടരായ അനുയായികൾ വരുന്നതും അവസാനം അതിന്റെ പ്രതിയോഗികളായ ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും എതിർപ്പ് അതിരൂക്ഷമാവുകയും വധിക്കാൻ ശ്രമിക്കുകയും നാടുകടത്താൻ ശ്രമിക്കുകയും എന്ന് വേണ്ട എല്ലാവിധത്തിലുള്ള ദ്രോഹങ്ങളും ബുദ്ധിമുട്ടുകളും ഏൽപ്പിച്ചു കഴിഞ്ഞു. അതിനെ തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല
അള്ളാഹുവാണ് ഞങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞ ഒറ്റ കാരണത്താൽ അവരവരുടെ വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളുകളെ കുറിച്ച് പരാമർശിച്ചിട്ട് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒരു അനുവാദവും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഒരു ഇടപെടലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരാമർശിച്ചതിന് ശേഷം ഒന്നും കൂടി വ്യക്തമായിട്ട്, നേരത്തെ പറഞ്ഞല്ലോ ഫസദത്തിൽ അർളു എന്നാ പറഞ്ഞത്, ഇങ്ങനെ ഇടപെടലില്ലെങ്കിൽ ഭൂലോകം തന്നെ നശിച്ചു പോകുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഭൂലോകം ഇല്ലാതാവുക എന്നല്ല അതിന്റെ അർത്ഥം, അല്ലെങ്കിൽ ഇവിടെ മുഴുവൻ ഇല്ലാതായി പോകും എന്നുള്ള സാരമല്ല. ഭൂമുഖത്തുണ്ടാകേണ്ട ചില ഇസ്ലാഹുകളുണ്ട്, ചില നന്മകളുണ്ട്. മനുഷ്യരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവരുടെ സ്വൈര്യ ജീവിതം, അവരുടെ സമാധാന ജീവിതം, അവരുടെ സ്വസ്ഥത, ഇതൊക്കെ ഉൾക്കൊണ്ട് വരുമ്പോഴാണ് ഒരു നന്മ ഉണ്ടാവുക. ആ നന്മ ഇല്ലാതായി വരുന്ന അവസ്ഥയ്ക്കാണ് ഫസാദ് എന്ന് പറയാം. ഇസ്ലാഹും ഫസാദും തമ്മിൽ അങ്ങനെയാണല്ലോ. ഇസ്ലാഹ്, ഇഫ്സാദ്, ഈ രണ്ട് പ്രയോഗങ്ങൾ ഖുർആൻ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയുള്ള ഒരു ഫസാദ്, ആ അവസ്ഥ ഉണ്ടാകും എന്നാണ് അവിടെ പറഞ്ഞത് എങ്കിൽ ഇവിടെ ഒന്നുകൂടി വ്യക്തമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വലൗലാ ദഫ്റുല്ലാഹി നാസ ബഅദഹും ബിബഅദിൻ ലഹുദ്ദിമത് സവാമിഉ വബിയഉൻ വസലവാത്തുൻ വമസാജിദു യുദ്കറു ഫീഹാ ഇസ്മുല്ലാഹി കസീറാ. ഇവിടെ ഒന്നും കൂടി വ്യക്തമാക്കി അല്ലാഹു പറയുകയാണ്, അങ്ങനെ ഒരു ഇടപെടൽ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗം കൊണ്ട് തടഞ്ഞിട്ടില്ലായിരുന്നു എങ്കിൽ, അങ്ങനെ തടഞ്ഞത് കൊണ്ടാണ് അന്ന് വിശ്വാസി സമൂഹം നിലനിന്നു പോയതും നന്മകൾ നിലനിന്നു പോയതും തിന്മകൾ തകർക്കപ്പെടുകയും ചെയ്തത്. അതുകൊണ്ടാണ്, ആ ഇടപെടൽ ഉണ്ടായത് കൊണ്ടാണ്. അങ്ങനെ ഇല്ലായിരുന്നുവെങ്കിൽ സംഭവിക്കുന്നത് എന്താ? സന്യാസ മഠങ്ങൾ നശിപ്പിക്കപ്പെടും, തകർക്കപ്പെടും, ജൂത ദേവാലയങ്ങൾ തകർക്കപ്പെടും, ക്രൈസ്തവ ചർച്ചുകൾ തകർക്കപ്പെടും, അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ സ്മരിക്കുന്ന പള്ളികൾ തകർക്കപ്പെടും. അതായിരിക്കും അതിന്റെ അനന്തരഫലം. അപ്പം ഒരു വൺ വേ ആയിട്ട് മാത്രം, ഒരു ഏകാധിപത്യത്തോടെ മുന്നോട്ട് നീങ്ങിയാൽ സംഭവിക്കുന്നത് അതായിരിക്കും. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമ്മുടെ രാജ്യം ജനാധിപത്യത്തിന്റെ രാജ്യമാണ്, ഒരിക്കലും ഏകാധിപത്യത്തിന്റെ രാജ്യമല്ല. അത് ഒരു വാക്ക് ഇപ്പൊ ഞാൻ അവിടെ പറഞ്ഞു വെക്കുകയാണ്, ബാക്കിയിലേക്ക് ഇൻഷാ അല്ലാഹ് ഞാൻ എത്തും. അപ്പം ഈ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഇടപെടലിന്റെ ആവശ്യത്തെക്കുറിച്ച്, ആ നടപടിക്രമത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്നതോടൊപ്പം സൂറത്തുൽ ഖസസിന്റെ ആദ്യ ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔനെ കുറിച്ച് പരാമർശിക്കുന്ന ഭാഗമുണ്ട്. അവിടെ ഖാറൂനെ കുറിച്ച് പറയുന്നുണ്ട്, ഹാമാനെ കുറിച്ച് പറയുന്നുണ്ട്. ആ പറയുന്ന ഭാഗത്ത് ഒരു പ്രയോഗമുണ്ട്, വനുരീദു അന്നമുന്ന അലല്ലദീന സ്തുദ്ഇഫൂ ഫിൽ അർദ്. ഭൂമിയിൽ ദുർബലരായി ഗണിക്കപ്പെടുന്ന, മർദ്ദിതരായി ഗണിക്കപ്പെടുന്ന, ഒന്നിനും അവകാശമില്ലാത്തവരായി ഇകഴ്ത്തപ്പെടുന്ന, അരികുവൽക്കരിക്കപ്പെടുന്ന, പാർശ്വവൽക്കരിക്കപ്പെടുന്ന അങ്ങനെയുള്ള ആളുകളുടെ ഉയർച്ചയാണ് നമ്മളുടെ ഉദ്ദേശം. അവർക്ക് അനുഗ്രഹം ചെയ്യലും അവരെ വളർത്തലും അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കലുമാണ് നാം ഉദ്ദേശിക്കുന്നത് എന്ന് കൃത്യമായി ആ സൂറത്തുൽ ഖസസിലൂടെ അവരുടെ സംഭവങ്ങളൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ നടപടിക്രമം അതാണ്. ഒരിക്കലും അള്ളാഹു മർദ്ദകരുടെ ഒപ്പം ഉണ്ടാവില്ല, മർദ്ദിതരുടെ ഒപ്പമേ ഉണ്ടാവൂ. മർദ്ദകരുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കൂല, മർദ്ദിതരുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും. അവരുടെ പ്രശ്നങ്ങളിൽ അവൻ ഇടപെടും. അങ്ങനെ എത്രയോ ചരിത്രം നമുക്ക് കാണാൻ കഴിയും. ഫിർഔൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ ദൈവമാണ് ഞാനാണ് ഏറ്റവും വലിയ ദൈവം, ഏതാണ്ട് അതേ വാദങ്ങൾ ഇപ്പൊ നമ്മുടെ നാട്ടിൽ നമ്മൾ കുറച്ച് കേട്ടു. ഇപ്പൊ അടുത്ത ദിവസങ്ങളിൽ ദൈവമാണ്, ദൈവം അയച്ചതാണ്, ദൈവത്തിന്റെ അംശമുണ്ട് എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് വന്നപ്പോൾ കൂടുതൽ സ്നേഹമുള്ള ആളുകൾ പറഞ്ഞു ദൈവത്തെക്കാൾ അപ്പുറമാണ്. ആ രൂപത്തിലുള്ള പരാമർശം പോലും വ്യക്തികളെ കുറിച്ച് വരുന്ന ഒരു ദുരവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ പറഞ്ഞു പോകാം, പക്ഷേ അത് അധികകാലം പറഞ്ഞു നിൽക്കാൻ കഴിയില്ല എന്നതിന്റെ ഏറ്റവും വ്യക്തമായ തെളിവ് കൂടിയാണ് പിന്നെ നമ്മൾ കാണുന്നത്. ആകട്ടെ, ഫറോവയെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയിലൂടെ അല്ലാഹു പിടിച്ചു കിട്ടി, ഇല്ലേ? ചരിത്രം അതല്ലേ പറഞ്ഞിരുന്നത്. നമ്രൂദിനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയിലൂടെ അല്ലാഹു പിടിച്ചു കിട്ടി. മക്കയിലുണ്ടായിരുന്ന ഖുറൈശികൾ, മുശ്രിക്കുകൾ, അവരുടെ തലതൊട്ടപ്പനായിരുന്ന അബൂജഹലിനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയും അനുയായികളിലൂടെയും തടഞ്ഞു നിർത്തപ്പെട്ടു. ഇല്ല നമുക്ക് പറയാൻ കഴിയുമോ?
അപ്പൊ ഇങ്ങനെയുള്ള ഈ ദഫഅ് തീർച്ചയായും അതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. ഇനി അങ്ങനെ തടഞ്ഞു നിർത്താൻ കെൽപ്പില്ലാത്ത ഒരു സാഹചര്യം ഉണ്ട് എങ്കിൽ നേരിട്ട് അള്ളാഹുവിന്റെ ഇടപെടൽ അവിടെ ഉണ്ടാകും. അതും ഉണ്ടായിട്ടുണ്ട് ചരിത്രത്തിൽ. കഅബ തകർക്കാൻ വേണ്ടി അബ്രഹത്ത് വന്നു. അവരെ തടഞ്ഞു നിർത്താനുള്ള കെൽപ്പ് അന്ന് അബ്ദുൽ മുത്തലിബ് ഉൾപ്പെടെയുള്ള ഖുറൈശികൾക്ക് അന്നില്ല. അവർക്ക് തികച്ചും അപരിചിതമായ ഒരു സൈന്യവുമായിട്ടാണ് വരുന്നത്. ആ സൈന്യത്തിന്റെ മുന്നിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കാനേ അവർക്ക് കഴിയൂ. അപ്പൊ അവരെന്ത് ചെയ്തു? അവരവരുടെ രക്ഷിതാവിൽ ഭരമേൽപ്പിച്ചു. രക്ഷിതാവിന്റെ ഭവനമാണത്, അള്ളാഹുവിന്റെ വീടാണ് കഅബ. അത് അവൻ സംരക്ഷിക്കും എന്നുള്ള ഉറപ്പ് അവർക്കുണ്ടായിരുന്നു. ആ ഉറപ്പ് അവർ പറയുകയും ചെയ്തു. അബ്ദുൽ മുത്തലിബിന്റെ വിഹിതമായിട്ടുള്ള സമ്പത്തായിട്ടുള്ള 200ഓളം ഒട്ടകങ്ങളെ അബ്രഹത്തും സൈന്യവും പിടിച്ചെടുത്തു. എന്നിട്ട് ഈ വിവരം, ഞാൻ വന്നിരിക്കുന്നത്, നിങ്ങളുടെ നേതാവ് ആരാണ്? അബ്ദുൽ മുത്തലിബാണ്. ശൂറ നടത്തി ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ കഅബ തകർക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ അബ്ദുൽ മുത്തലിബിന്റെ ഒരു വാചകമുണ്ട്, പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അബ്ദുൽ മുത്തലിബിന്റെ ഒരു വാചകം എന്താണെന്നറിയുമോ? അന റബ്ബുൽ ഇബിൽ, ഞാൻ ഈ ഒട്ടകത്തിന്റെ മുതലാളിയാണ്, ഞാൻ ഇതിന്റെ ഉടമസ്ഥനാണ്. ഈ ഭവനത്തിന് ഞാനല്ലാത്ത ഒരു റബ്ബുണ്ട്, ഒരു നാഥനുണ്ട്. അവൻ അതിനെ സംരക്ഷിച്ചുകൊള്ളും, എനിക്ക് യാതൊരു പ്രയാസവും ഇല്ല. ആ പറച്ചില് എന്ത് തവക്കുലാണെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ചിന്തിക്കേണ്ട ഒരുപാട് മേഖലകളുണ്ട്, അതിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. നമ്മളും ആ അബ്ദുൽ മുത്തലിബിന്റെ മനോഭാവം എവിടെ നിൽക്കുന്നു എന്നറിയാൻ. എത്രയോ ആരാധനാലയങ്ങൾ തകർക്കപ്പെട്ടു, ആലോചിച്ച് നോക്കുക. അത്രേ ഞാൻ പറയുന്നുള്ളൂ അതുമായി ബന്ധപ്പെട്ട്. അപ്പം അത് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, അവരങ്ങോട്ട് മാറി അവിടെ നിന്ന്. അതിന്റെ പരിസരത്തുള്ള ഒരു ഉയർന്ന കുന്നിന്റെ മുകളിൽ പോയി അവർ നിന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ കൃത്യമായ അള്ളാഹുവിന്റെ ഇടപെടൽ. ചവച്ചരക്കപ്പെട്ട വൈക്കോൽ പോലെ ആക്കി മാറ്റി അബ്രഹത്തിനെയും കൂട്ടരെയും. ഇടപെടലുകൾ ഇങ്ങനെ പല രൂപത്തിലുണ്ടാവും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചതിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ്. നമ്മുടെ രാജ്യം ജനാധിപത്യത്തിന്റെ രാജ്യമാണ്, മതേതരത്വത്തിന്റെ രാജ്യമാണ്. എല്ലാവരും അങ്ങ് ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു ഏകാധിപത്യ ചിന്തയിലേക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മനോഭാവത്തിലേക്കോ നമ്മളല്ലാത്ത ആരും ഇവിടം വേണ്ട എന്നുള്ള ചിന്താഗതിയിലേക്കോ എല്ലാ മനുഷ്യരും ഒന്നും പോയിട്ടില്ല, പോവുകയുമില്ല എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കേട്ട ജനവിധി. അങ്ങനെ എല്ലാ അടിസ്ഥാനത്തിലും മുന്നോട്ട് നീങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ ആയുധമാക്കി മുന്നോട്ട് വെച്ചത് മുസ്ലിമീങ്ങളും ഇസ്ലാമിനെയും തന്നെയാണ്, വേറെ ഒന്നുമല്ല. തെരഞ്ഞെടുപ്പ് വേളയിൽ ഞാൻ 1-2 സന്ദർഭങ്ങൾ അതിവിടെ സൂചിപ്പിച്ചതാ. തെരഞ്ഞെടുപ്പ് അടുത്തടുത്ത് വരും തോറും ജയിക്കണമെങ്കിൽ, ഈ നില തുടർന്ന് പോകണമെങ്കിൽ മുസ്ലിമീങ്ങളെ ഇകഴ്ത്തലും അവരെപ്പറ്റി ഭീതി ഉണ്ടാക്കലും അല്ലാതെ രക്ഷയില്ല എന്നുള്ള ആ കുറുക്കന്റെ കണ്ണ് വെച്ചുകൊണ്ട് എവിടൊക്കെ പോയി മുസ്ലിമീങ്ങളെ കുറിച്ച് പറഞ്ഞോ, ഏതെല്ലാം തരത്തിലാ പറഞ്ഞത്. വേറെ ഞാനല്ലാത്ത വേറെ ആരെങ്കിലും അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഈ നാടിന്റെ സമ്പത്ത് മുഴുവൻ മുസ്ലിമീങ്ങൾക്ക് വീതിച്ചു കൊടുക്കും, പേരെടുത്താ പറഞ്ഞത്. അതുപോലെ തന്നെ പറഞ്ഞ മറ്റൊന്നെന്താണ്? ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം മുസ്ലിമീങ്ങൾക്ക് സംവരണം കൊടുക്കൂല. എല്ലാം അവിടെയാണ് നിന്നത്, മറ്റൊന്നിലേക്കും പോയിട്ടില്ല. നമുക്കറിയാം, ഒരുപാട് നമ്മൾ കേട്ടതാണ്, വായിച്ചതാണ്, നിങ്ങൾക്ക് എല്ലാം അറിയാം. ഞാൻ സൂചിപ്പിക്കുന്നത് ആ രൂപത്തിലുള്ള നീക്കങ്ങൾ പോലും നടത്തി 400 മേലെത്തിച്ച് പുതിയ അജണ്ടകൾ ഉണ്ടാക്കി വെച്ച് ഇത് മുഴുവനും അങ്ങോട്ട് കൈപ്പെടുത്താമെന്നൊക്കെ തീരുമാനിച്ച് മുന്നോട്ട് പോയപ്പോൾ അതാ വരുന്നു ജനങ്ങളിൽ ചിലരെ മറ്റു ചിലരെ കൊണ്ട് തടയുക എന്നുള്ള അള്ളാഹുവിന്റെ ആ നിയമം അവിടെ നടപ്പിൽ വന്നു. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും, പൂർണ്ണമായിട്ടില്ലല്ലോ. ഇല്ല, എന്നാലും പിടിച്ചു കെട്ടിയല്ലോ. അതിന് അല്ലാഹുവിന് നന്ദി പറയണം. അൽഹംദുലില്ലാ. അത്രയേറെ നമ്മളൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അത്രയേറെ നമ്മൾ അധ്വാനിച്ചിട്ടുണ്ട് ആ കാര്യങ്ങൾക്ക് വേണ്ടി. അതിനെങ്കിലും പറയണം അൽഹംദുലില്ലാ. പറഞ്ഞില്ലെങ്കിൽ നമ്മൾ നന്ദി കെട്ടവരാകും. അതായിരുന്നു നമ്മളുടെ അവസ്ഥ, അതായിരുന്നു നമ്മുടെ സ്ഥിതി. വെറുപ്പും വിദ്വേഷവും വിളമ്പി സ്നേഹത്തെ തച്ച് തകർത്ത്
പരസ്പരം കൂട്ടിയിണക്കി പോകേണ്ടവരെ എങ്ങനെ വേർപ്പെടുത്താമോ അങ്ങനെ വേർപ്പെടുത്താവുന്ന സർവമാർഗങ്ങളും സ്വീകരിച്ച് 400 എത്തിച്ചിട്ട് ഏക സിവിൽ കോഡും തന്നെയുമല്ല ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭരണഘടന ഉൾപ്പെടെ നടപ്പിൽ വരുത്താനുള്ള ശ്രമവുമായി നീങ്ങിയപ്പോൾ ജനം പറഞ്ഞു, അള്ളാഹു ജനങ്ങളെ കൊണ്ട് പറയിച്ചു, വേണ്ട, നിഗളിക്കണ്ട, ഇനി നിഗളിക്കണ്ട, നിർത്തേണ്ടടുത്ത് നിർത്തിച്ചോ. നിർത്തിച്ചു അള്ളാഹു. ഇനിയിപ്പൊ കേറിയാൽ തന്നെയുള്ള അവസ്ഥ നമുക്ക് കാണാനിരിക്കുന്നതേ ഉള്ളൂ പലതും. അതിലൊന്നും ഒരു സംശയം നമുക്കാർക്കും ഇല്ല. കാരണം ഒറ്റയ്ക്ക് എനിക്ക് എന്തിനും കഴിയാവുന്ന, എനിക്ക് ആരുടെയും സഹായം ആവശ്യമില്ലാതെ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടപ്പിൽ വരുത്താൻ ആരുടെയും സഹായം എനിക്ക് ആവശ്യമില്ലാത്ത ഒരു സ്ഥിതിയാണ് എങ്കിൽ അതാണ് കഴിഞ്ഞ 10 വർഷം ഉണ്ടായത്. മറ്റാരുടെയും സഹായം വേണ്ട. ഇപ്പോൾ എന്തെങ്കിലും ഒന്ന് നടപ്പിലാക്കണമെങ്കിൽ ഞാനിത് ചെയ്തോട്ടെ എന്ന് ചോദിക്കേണ്ട ഒരു ദുരവസ്ഥയിലേക്ക് എത്തി. അതാണ് ഒന്നാമത്തെ പിടുത്തം. അങ്ങനെ പിടിക്കുള്ളൂ. ഒന്നാമത് പ്രതീക്ഷ നിലനിർത്തുക, ക്ഷമിക്കുക, തേടുക. എപ്പോഴും ഞാൻ ഈ മിമ്പറിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരിക്കലും നിരാശരാവേണ്ട ആവശ്യമില്ല. ഒരിക്കലും നിരാശ വേണ്ട, പ്രതീക്ഷ തന്നെ. ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാവും നമ്മളാരും പ്രതീക്ഷിച്ചു. അതിന് തൊട്ട് മുമ്പ് വന്ന എക്സിറ്റ് പോളൊക്കെ കേട്ടപ്പോ നമ്മളൊക്കെ അന്തം വിട്ടുപോയില്ലേ? നമ്മളെല്ലാരും അന്തം വിട്ടുപോയി. പടച്ചോനെ, ഇനി എന്തായി സംഭവിക്കാൻ പോണേ? മനസ്സുരുകിയില്ലേ നമ്മളുടെയൊക്കെ? അതൊക്കെ ഇങ്ങോട്ട് പുറത്തു വരുമ്പോൾ, ആ പുറത്തു വരുമ്പോൾ 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ് സമയം ജനം നീ പിന്നോട്ട് പോയിക്കോ എന്നുള്ള ഒരു മെസ്സേജ് കൊടുത്തിരുന്നു. എന്തൊരു സമാധാനമായപ്പോ. പിന്നെ കേറിയിട്ടുണ്ടാകാം, ഇനിയും ഭരണത്തിൽ വരുന്നുണ്ടാകാം. പക്ഷേ കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും മനസ്സിലാക്കിയും ഈ രാജ്യത്തെ ജനങ്ങളുടെ വികാരം തിരിച്ചറിഞ്ഞും അല്ല ഇനിയും പോകാൻ മുതിരുന്നത് എങ്കിൽ ഇതിലും വലുതായിരിക്കും ഉടനെ തന്നെ ഉണ്ടാവുക. അതിലൊരു സംശയം നമുക്ക് ആർക്കും വേണ്ട. കാരണം അള്ളാഹുവിന്റെ ഇടപെടൽ, അവന്റെ ദഫ്അ് അങ്ങനെയാണ്. അങ്ങനെ ഒരു വൺവേ ഇങ്ങനെ അങ്ങോട്ട് വിട്ടുകൊടുത്തിട്ട് തോന്നിയ മാതിരി ചെയ്തെല്ലാം നശിപ്പിക്കുക എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തില്ല. ഇവിടെ ഒരുപാട് മനുഷ്യരുടെ അങ്ങേയറ്റത്തെ പരിശ്രമമുണ്ട് ഇതിൽ. ഒരുപാട് ആൾക്കാരുടെ നിഷ്കളങ്കമായ ഓട്ടമുണ്ട് ഇതിൽ. ഒരുപാട് മനുഷ്യരുടെ പ്രാർത്ഥനകളുണ്ട് ഇതിൽ. ഒരുപാട് മർദ്ദിതരായ മനുഷ്യരുടെ കുടുംബങ്ങളുടെ കണ്ണീരുണ്ടതിൽ. ഇതൊക്കെയാണ് ആ ഒരു രംഗത്തേക്ക് കൊണ്ടുപോയി എത്തിച്ചത് എന്ന് നാം മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. പാഠം ഉൾക്കൊള്ളേണ്ട കാര്യം. എന്നിട്ടും പൂർണ്ണമായും നമ്മൾ പാഠം ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ് സങ്കടം. എന്താണത്? ഒന്ന്, നാം മനസ്സിലാക്കേണ്ടത് ഇന്ത്യ രാജ്യം അതിന്റെ പൈതൃകത്തെ കാത്തു സൂക്ഷിച്ചു പോകുന്നുണ്ട് ഇവിടുത്തെ ജനത. എല്ലാവരും അങ്ങനെ ഒരു ദുഷിച്ച ചിന്തയിലേക്കോ ഇസ്ലാമോ ഫോബിയയിലൂടെ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്ന ഛിദ്രതയിലേക്കോ ഭിന്നിപ്പിലേക്കോ വെറുപ്പിലേക്കോ വിദ്വേഷത്തിലേക്കോ മുഴുവൻ ആളുകളും എത്തിയിട്ടില്ല, എത്താൻ പോകുന്നില്ല. ഇതിനപ്പുറം ഇനി എന്താ ചെയ്യാനുള്ളത്? എത്തൂല എന്നുള്ള ശക്തമായ ഒരു ഇത് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ? അവരെ കൂട്ടുപിടിക്കുക, അവരെ ചേർത്ത് നിർത്തുക, അവരോടൊപ്പം ചേർത്ത് നിൽക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, നമുക്ക് ഉൾക്കൊള്ളാനുള്ള ഒരു പാഠം എന്താണെന്നറിയുമോ? നമ്മൾ ഒന്നിച്ചു നിന്നാലേ രക്ഷയുള്ളൂ എന്നുള്ള ബോധം. എന്നിട്ടും ഒന്നിച്ചിട്ടില്ല. നമ്മുടെ സംസ്ഥാനത്തിന്റെ അവസ്ഥ തന്നെ പലതും നമുക്കറിയാം. ഞാൻ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. അങ്ങനെ വിശദീകരിക്കാനുള്ള ഒരു വേദിയല്ലല്ലോ ഇത്. അപ്പൊ ഒന്നിച്ചു നിന്നാലേ രക്ഷയുള്ളൂ എന്നുള്ള ഒരു അവബോധം തീർച്ചയായും നമുക്ക് ഇതിലൂടെ കിട്ടുന്നതാണ്. ഇതിലൂടെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അത് കുറെയൊക്കെ എഫക്റ്റ് ചെയ്തിട്ടുമുണ്ട്. ആ ഒന്നിച്ചു നിൽക്കാനുള്ള മനോഭാവം ഛിന്ന ഭിന്നമായി പോയില്ല, പ്രത്യേകിച്ച് UP പോലുള്ള സംസ്ഥാനങ്ങളിൽ. അത് പ്രത്യേകിച്ച് എടുത്തു പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇവിടെ ഏറ്റവും, ഞാൻ സൂചിപ്പിച്ചതാണ്, ഇവിടെ ഏറ്റവും കൂടുതൽ പ്രയാസം സൃഷ്ടിച്ച ഒരു വസ്തുതയാണ് ബാബരി മസ്ജിദിന്റെ ധ്വംസനം. അത് തകർത്ത് തരിപ്പണമാക്കി അതിനുശേഷം കോടതിയെ കൊണ്ട് ഒത്തുതീർപ്പ് വ്യവസ്ഥ ഉണ്ടാക്കിച്ച് അവിടെ അമ്പലം പണിതു. നേരിട്ട് പോയി പൂജാരിയായി. ആ സ്ഥലത്ത് എന്തേ സംഭവിച്ചത്? ജനം പറഞ്ഞു, ഈ ചെയ്തത് ശരിയല്ല, ഇവിടെ ചെയ്തത് ശരിയല്ല, ഈ ഫൈസാബാദിൽ ചെയ്ത പ്രവൃത്തി ശരിയല്ല, കോടതി ആയാലും ആരായാലും ശരി, അത് ശരിയല്ല, നിങ്ങൾക്ക് ഇതിന് അർഹതയില്ല എന്ന് പറഞ്ഞ് ആ സ്ഥലത്ത് തന്നെ
പരാജയത്തിന്റെ കയ്പ് നീർ കുടിപ്പിച്ചുവെങ്കിൽ ഇന്ത്യയിലെ ജനാധിപത്യ ബോധമുള്ള, മതേതര മനോഭാവമുള്ള, സ്നേഹമുള്ള, വെറുപ്പില്ലാത്ത, ഇഷ്ടമുള്ള, സൗഹാർദ്ദതയുള്ള, സഹിഷ്ണുതയുള്ള മനോഭാവമുള്ള ഒരു പിടി ആളുകൾ ഇന്ത്യ രാജ്യത്തുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് ചിന്തിക്കേണ്ടി വരും, ചിന്തിക്കാനുണ്ട്, പാഠം ഉൾക്കൊള്ളാനുണ്ട്. അതുപോലെ തന്നെ എന്നാലും ഇങ്ങനെ ആയില്ലല്ലോ, മാറിയില്ലല്ലോ എന്നൊക്കെ ഒരു ചിന്ത വരുമ്പോൾ ഖുർആനിൽ ഒരു വചനത്തിന്റെ ആശയം മാത്രം, വഅസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും വഅസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൽ ലക്കും വല്ലാഹു അഅലമു വഅൻതും ലാ തഅലമൂൻ. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനിഷ്ടകരമായി തോന്നിയേക്കാം, അത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. വഅസാ അൻ തുഹിബ്ബു ശൈഅൻ, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടതായി തോന്നിയേക്കാം. വഹുവ ശർറുൽ ലക്കും, അത് നിങ്ങൾക്ക് മോശമായേക്കാം. വല്ലാഹു യഅലം, അല്ലാഹുവാണ് അറിയുന്നത്. വഅൻതും ലാ തഅലമൂൻ, നിങ്ങൾക്കറിയില്ല. അല്ലാഹുവാണ് അറിയുന്നവൻ. എന്ത് നാളെ, അടുത്ത ദിവസം, പിന്നീട് അല്ലാഹുവിനറിയാം, നമുക്കറിയില്ല. അതുകൊണ്ട് ഈ രൂപത്തിലുള്ള നിരാശയുടെയോ പ്രയാസത്തിന്റെയോ വിഷമത്തിന്റെയോ കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകാതെ നമ്മൾ നിലനിന്ന് മുന്നോട്ട് പോവുക, നമ്മൾ നമ്മളായി നിലകൊള്ളുക, നമ്മൾ തിരുത്തേണ്ടത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരുത്തി അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടതുണ്ടെങ്കിൽ മടങ്ങുക. അതൊക്കെ ഇതിൽ നിന്ന് നമുക്ക് പാഠം ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനുള്ള കാര്യവുമാണ്. അതുപോലെ ഞാൻ ബനൂ ഇസ്രായേൽക്കാരുടെ സംഭവം കൊണ്ടാണ് ഞാൻ തുടങ്ങിയത്. ബനൂ ഇസ്രായേൽക്കാരെ കുറിച്ച് അവരുമായി ബന്ധപ്പെട്ട ഇത്തരം രംഗങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇസ്രായേൽ സന്തതികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്ദ്യതയും നീചത്വവും അല്ലാഹു നൽകുകയുണ്ടായി. ആ സംഭവം എടുത്തു പറഞ്ഞുകൊണ്ട് അവിടെ രണ്ട് വാക്കുണ്ട്. എന്തുകൊണ്ട് അവർ പരാജയത്തിലേക്കും നിന്ദ്യതയിലേക്കും നീചത്വത്തിലേക്കും പോയി എന്നതിനെ കുറിച്ച് പറയുന്നിടത്ത് രണ്ട് വാക്കുണ്ട്. ഒന്ന് ഹബിലും മിനല്ലാഹ്, മറ്റൊന്ന് ഹബിലും മിനന്നാസ്. ഇത് രണ്ടുമാണ് ഈ അധപ്പതനത്തിൽ നിന്ന് കരകയറാനുള്ള മാർഗമെന്നാണ്, തകർച്ചയിൽ നിന്ന് മോചിതരാകാനുള്ള മാർഗമെന്നാണ്. ഹബിലും മിനല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിങ്കൽ നിന്നുള്ള പാശം, അള്ളാഹുമായിട്ടുള്ള ബന്ധം. വഹബിലും മിനന്നാസ്, ജനങ്ങളുമായിട്ടുള്ള ബന്ധം, ജനങ്ങളിൽ നിന്നുള്ള ഒരു പാശം. ഈ രണ്ട് പാശവും കൊണ്ടല്ലാതെ, ഇത് മുഖേനയല്ലാതെ രക്ഷയില്ല എന്ന് ഇസ്രായേൽ സന്തതികളുടെ ചരിത്രം പഠിപ്പിക്കുന്നിടത്ത് അവരുടെ നീചത്വത്തിലേക്ക് അവർ താന്നു പോകാനുള്ള അവസ്ഥയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നുവെങ്കിൽ ജനങ്ങളുമായിട്ടുള്ള നല്ല ബന്ധം, അള്ളാഹുമായിട്ടുള്ള നല്ല ബന്ധം, അത് തന്നെയാണ് നമുക്കും കരണീയമായിട്ടുള്ളത് എന്ന് ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഏതായിരുന്നാലും അള്ളാഹുവിന്റെ ആ നടപടിക്രമം ഒരാളെയും അങ്ങനെ നിഗളിക്കാൻ, ഒരാളെയും അങ്ങനെ ഏകാധിപതിയായി പോകാൻ, എന്നിട്ട് ബാക്കിയുള്ളവരെയൊക്കെ തകർത്ത് തരിപ്പണമാക്കാൻ കുറച്ച് സമയമൊക്കെ ഇങ്ങനെ വിട്ടുകൊടുക്കും. 5-10 കൊല്ലം ഇപ്പൊ കൊടുത്തല്ലോ, ഇനി ഒരു പിടുത്തവും പിടിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ആ പിടുത്തം അതിന്റെ പരിപൂർണതയിലേക്ക് എത്തും എന്ന പ്രതീക്ഷ തന്നെയാണ് നമുക്കെല്ലാം ഉള്ളത്. അവിടെ അള്ളാഹുവും ജനങ്ങളുമായിട്ടുള്ള അവസാനം ഞാൻ ഈ പറഞ്ഞ രണ്ട് വാക്കുകൾ, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മേഖലയാണ്. അള്ളാഹുവുമായിട്ടുള്ള ബന്ധവും ഒപ്പം ജനങ്ങളുമായിട്ടുള്ള ബന്ധവും. ഇതാണ് ഇതിൽ നിന്ന് എനിക്കും നിങ്ങൾക്കും ഏറെക്കുറെ മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നും എക്കാലത്തും ഏറ്റവും നല്ല നിലയിൽ നന്മയുടെ രീതിയിൽ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുവാൻ എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും മനസ്സുകളെ മാറ്റി ഏറ്റവും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സൗഹാർദ്ദതയുടെയും സഹിഷ്ണുതയുടെയും മനുഷ്യത്വത്തിന്റെയും മനസ്സ് ആരാണോ വരാൻ പോകുന്നത് അവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഉത്തരവാദിത്വം ആ നിലയിൽ നിറവേറ്റാൻ ഉള്ള തൗഫീഖ് അവർക്ക് നൽകുമാറാകട്ടെ. ഏറ്റവും സമാധാനത്തോടും സ്വസ്ഥതയോടും മുസ്ലിമായി ജീവിക്കാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ പറഞ്ഞുകൊണ്ട് ജീവിക്കാൻ, അത് പ്രബോധനം ചെയ്തുകൊണ്ട് ജീവിക്കാൻ, അതിന്റെ അടിസ്ഥാനത്തിലുള്ള ആരാധനാ കർമ്മങ്ങൾ, അനുഷ്ഠാന കർമ്മങ്ങൾ കുറ്റമറ്റ നിലയിൽ ചെയ്ത് മുന്നോട്ട് പോകാൻ ഉള്ള സാഹചര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും കനിഞ്ഞു നൽകുമാറാകട്ടെ.
الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد اتقوا الله عباد الله. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ ആജ്ഞാനുവൃത്തികളായി ജീവിക്കുവാൻ ഉണർത്തുന്നു. വർഷത്തിലെ ഏറ്റവും പുണ്യമേറിയ ദിനങ്ങളിലേക്ക് നാം പ്രവേശിക്കുകയാണ്, അഥവാ ദുൽഹജ്ജ് മാസത്തിലേക്ക് നാം കടക്കുകയാണ്. റമദാൻ മാസം ശ്രേഷ്ഠമായ ദിവസങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്, അതുപോലെ മറ്റു പലതുമുണ്ട്. എന്നാൽ ഇങ്ങനെ ഒരു 10 ദിവസത്തെ കുറിച്ച് ഇത്ര ശ്രേഷ്ഠതയുള്ളതാണ് എന്ന് പറഞ്ഞു പഠിപ്പിച്ച വേറൊരു ദിവസങ്ങൾ നമുക്ക് കാണാൻ കഴിയില്ല. അത് ഖുർആനിലൂടെ ആയിരുന്നാലും ശരി, പ്രവാചകന്റെ അധ്യാപനങ്ങളിലൂടെ ആയിരുന്നാലും ശരി. ആ 10 ദിവസം എന്ന് പറഞ്ഞാൽ ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളാണ്. ആ ദിവസങ്ങളെ കുറിച്ച് ഖുർആനിൽ ഒരു സ്ഥലത്ത് അയ്യാമും മഅലൂമാത്ത് എന്ന് പറഞ്ഞു, അറിയപ്പെടുന്ന ദിവസങ്ങൾ, നിർണയിക്കപ്പെടുന്ന ദിവസങ്ങൾ. അത് ഈ ദുൽഹജ്ജിന്റെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളാണ് എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം. മറ്റൊന്ന് നമുക്കൊക്കെ ഏറെ പരിചിതമായ വൽ ഫജ്ർ വലയാലിൻ നശ്ർ. ആ ലയാലുൻ നശ്ർ 10 രാത്രികൾ എന്ന് പറയുന്ന ആ 10 ദിവസങ്ങൾ ദുൽഹജ്ജ് 1 മുതൽ 10 വരെ ഉള്ളതാണ് എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നു. അങ്ങനെയുള്ള ശ്രേഷ്ഠമായ ദിവസങ്ങളിലേക്ക് നാം കടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം അഫ്ളലു അയ്യാമി ദുനിയ അയ്യാമുൽ അശ്ർ. ഈ ദുനിയാവിലെ ദിവസങ്ങളിൽ ഏറ്റവും ഉത്തമമായ ദിവസങ്ങളാണ് ദുൽഹജ്ജ് 10 ദിവസങ്ങൾ 1 മുതൽ 10 വരെ. ആ ദിവസങ്ങളിൽ നാം അനുഷ്ഠിക്കുന്ന സൽക്കർമ്മങ്ങൾ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്നത് പോലെ മറ്റു ദിവസങ്ങളിൽ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങൾക്ക് താല്പര്യം ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ മറ്റു കർമ്മങ്ങൾ അംഗീകരിക്കൂല എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ഈ ദിവസങ്ങളിൽ ചെയ്യുന്നതിന് അതിനേക്കാൾ കൂടുതൽ അള്ളാഹുവിന്റെ പരിഗണന ഉണ്ടാകും, ഇഷ്ടമുണ്ടാകും ആ ചെയ്യുന്നവരോട്. ഇത് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദോ എന്ന് ചോദിച്ചു. അൽ ജിഹാദ് ഫീ സബീലില്ലാഹ് ചെറിയ കാര്യമൊന്നും അല്ലല്ലോ. അത് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജിഹാദും ഇല്ല, ജിഹാദും എത്തൂല. പക്ഷേ ഇല്ലാ റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി ഫലം യർജിഉ മിൻ ദാലിക ബിശൈഇൻ. നഫ്സും മാലും ശരീരവും സമ്പത്തുമായി ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് പുറപ്പെട്ടു, പക്ഷേ അവൻ ഒന്നും കൊണ്ടിങ്ങോട്ട് തിരിച്ചു വന്നില്ല. എന്ന് പറഞ്ഞാൽ ആ മാർഗത്തിൽ രക്തസാക്ഷി ഷഹീദായവൻ ഒഴികെ അവന് അവൻ്റെതായ പരിഗണന ഉണ്ടാകും. അല്ലാതെ ആ മാർഗത്തിൽ നഫ്സും മാലുമായി പോയി ഷഹാദത്ത് സംഭവിക്കാത്ത നിലയിലുള്ള ഒരു വ്യക്തിക്ക് അള്ളാഹുവിന്റെ അടുക്കലുള്ള സ്നേഹത്തെക്കാൾ സ്നേഹം, ഈ അമലുകൾക്ക് സ്നേഹം ഈ ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾക്കുണ്ടാകും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പറഞ്ഞു തന്നതിന്റെ പൊരുൾ. അതിലേക്ക് നമ്മൾ കടക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ 10 ദിവസത്തിന് ഇത്ര ശ്രേഷ്ഠ നൽകിയത് എന്ന് മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് അതിനെക്കുറിച്ച് വിശകലനം ചെയ്ത് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ? ഈ 10 ദിവസത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ട്, ഉമ്മഹാത്തുൽ ഇബാദ് പിന്നെ ഒരുമിച്ച് കൂടുന്ന ദിവസങ്ങളാണ് ഇതാണ്. ഉമ്മഹാത്തുൽ ഇബാദ് എന്ന് പറഞ്ഞാൽ ആരാധനയുടെ ഉമ്മമാർ എന്നർത്ഥം. അതാണ് അതിന്റെ പദാർത്ഥം. എന്നുവെച്ചാൽ ആരാധനകളുടെ ഏറ്റവും സുപ്രധാനമായ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് കൂടുന്ന ദിവസങ്ങളാണ് ഈ ദുൽഹജ്ജ് 1 മുതൽ 10 വരെ. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഏതൊക്കെയാണ് ഉമ്മഹാത്തുൽ ഇബാദ്? നമസ്കാരം, നോമ്പ്, ദാനധർമ്മം, ഹജ്ജ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, വലാ യതഅത്താ ദാലിക ഫീ ഗൈരി അയ്യാം. ഈ ദിവസങ്ങളല്ലാത്ത മറ്റൊരു ദിവസത്തിലും ഈ പറയുന്നതെല്ലാം ഒരുമിച്ച് വരുന്ന അവസ്ഥ ഉണ്ടാവില്ല എന്ന്. ഹജ്ജിന്റെ സീസണിലല്ലേ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള എല്ലാ സമയങ്ങളിലും ദാനധർമ്മങ്ങളും നോമ്പും ഒക്കെ ഉണ്ടാവുമെങ്കിലും ഹജ്ജ് അതിന്റെ കൂടെ ചേർന്ന് വരൂല. ഹജ്ജ് ചേർന്ന് വരണമെങ്കിൽ ഈ ദുൽഹജ്ജ് തന്നെ ആയേ പറ്റൂ. അപ്പൊ ആ ഹജ്ജ് ഉൾപ്പെടെയുള്ള ആരാധനകളുടെ ബേസ് അടിത്തറയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് വരുന്ന നാളുകൾ എന്നുള്ള നിലയിലാണ് ഇതിന് ഇത്ര ശ്രേഷ്ഠ നൽകിയത് എന്നാണ്
പിന്നെ മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ല ഇതിനെ വിശകലനം ചെയ്തുകൊണ്ട് പറയാം. അപ്പൊ പരമാവധി നന്മകൾ നമ്മൾ അധികരിപ്പിക്കുക. തസ്ബീഹുകൾ, തഹ്ലീലുകൾ, തഹ്മീദുകൾ, തക്ബീറുകൾ, ഖുർആൻ പാരായണം, ദാനധർമ്മങ്ങൾ, അതുപോലെ തന്നെ മറ്റ് എന്തൊക്കെയോ നന്മകളുണ്ടോ ആ നന്മകൾ പരമാവധി നമ്മൾ അധികരിപ്പിക്കുക. അതേപോലെ തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഇതാണ് ഈ വരുന്ന 10 നാളുകൾ നമ്മൾ ചെയ്യാനുള്ളത് എന്ന കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇപ്പൊ നമ്മൾ ഉദ്ഹിയ്യത്തിന് തയ്യാറെടുത്തിട്ടുള്ളവരുണ്ടാവും. ആ ഉദ്ഹിയ്യത്തിന് തയ്യാറെടുത്തവരെ സംബന്ധിച്ചിടത്തോളം ഇനിയും അതിന് നൽകാൻ കഴിവുണ്ടായിട്ട് നൽകാതിരിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊരു പുനർവിചിന്തനത്തിന് വിധേയമാകുക സ്വയം. അത്രേ ഞാൻ പറയുന്നുള്ളൂ. അത് കൊടുക്കുന്നത് അവരവരുടെ കാര്യമാണ്. അവരവരുടെ നന്മയ്ക്കും അവരവർക്ക് പ്രതിഫലം കിട്ടാനും അവരുടെ കുടുംബത്തിന് പ്രതിഫലം കിട്ടാനും അതിലൂടെയുള്ള നേട്ടം കൈവരിക്കാനുമാണ് അത് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന സന്ദർഭത്തിൽ അങ്ങനെ ഒരുങ്ങി നിൽക്കുന്നവർപ്പം ഉദ്ഹിയ്യത്ത് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ച് ചിലപ്പോൾ നമ്മൾ കമ്മിറ്റിക്ക് അതിന്റെ പൈസ ഏൽപ്പിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ അതിനുള്ള ഉരുവിനെ ഒരുക്കി നമ്മുടെ വീടുകളിൽ നിർത്തിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ അങ്ങനെ നിയ്യത്ത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ദുൽഹജ്ജ് 1 നമ്മുടെ നാട്ടിൽ നാളെയാണെന്ന് പ്രഖ്യാപിക്കാൻ ഇരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ സൗദിയിൽ ഇന്നാണൊന്ന്, പിന്നെ ഞായറാഴ്ചയാണ്, ശനിയാഴ്ചയാണ് അറഫ, ഞായറാഴ്ചയാണ് പെരുന്നാൾ എന്നൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ നമ്മുടെ മാസം നിശ്ചയിക്കുന്ന അനുസരിച്ച് വരുമ്പോൾ എന്നാണോ ദുൽഹജ്ജ് പിറക്കുന്നത് അന്ന് മുതൽ എന്ത് ചെയ്യരുത്? മുടി വെട്ടിക്കരുത്, ശരീരത്തിലുള്ള മുടി ഭാഗങ്ങൾ നീക്കം ചെയ്യരുത്, നഖം മുറിക്കരുത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യം. അതിന്റെ ഒരു ഷർത്താണ്. ഷർത്ത് എന്ന് വെച്ചാൽ ആ ആരാധനാ കർമ്മം സ്വീകരിക്കപ്പെടുന്നതിനുള്ള നിബന്ധന. അപ്പൊ ആ നിബന്ധന ഇല്ലാതെ വന്നാൽ ആ അമൽ സ്വീകരിക്കപ്പെടൂല, വെറുതെ ആവും. അപ്പൊ അതുകൊണ്ട് ഇത് നമ്മുടെ ശരീരത്തിൽ നമ്മൾ അറിയാതെ പൊഴിഞ്ഞു പോകുന്നതോ അല്ലെങ്കിൽ നഖം അങ്ങോട്ട് ഇളകി ഇതൊന്നും നമ്മളുടെ കയ്യിൽപ്പെട്ട കാര്യങ്ങളല്ല. മറിച്ച് നമ്മൾ നഖം മുറിക്കരുത്, മുടി വടിക്കരുത്, എടുക്കരുത്. അതുപോലെ തന്നെ ശരീരത്തിന്റെ മുടിയുള്ള ഭാഗങ്ങളൊക്കെ, രോമമുള്ള ഭാഗങ്ങളൊന്നും നീക്കം ചെയ്യരുതെന്ന് കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നമ്മൾ പാലിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഉദ്ഹിയ്യത്തിന്റെ ശ്രേഷ്ഠത നമ്മൾ നേടിയെടുക്കാൻ പരിശ്രമിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പരമാവധി നന്മകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ആ നന്മകൾ പറയുമ്പോൾ ചിലരെങ്കിലും വിചാരിക്കും ആ നന്മകൾ പ്രധാനപ്പെട്ടു വരുന്ന ഒന്നാണല്ലോ നോമ്പ്. അപ്പൊ ദുൽഹജ്ജ് 9 വരെ അങ്ങ് നോമ്പ് പിടിക്കാം എന്ന് ഒരു വിചാരത്തിന് ബേസ് ഇല്ല. സഹിഹായ ഹദീസുകളുടെ പിൻബലമില്ല. പിന്നെന്താണ് അതിനെക്കുറിച്ച് പറയുന്നത്? എന്താന്ന് വെച്ചാൽ നോമ്പ് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ആരാധനാ കർമ്മമാണ്. അത് ആ നാളുകളിലാകാം എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുൽഹജ്ജ് 1 മുതൽ 10 വരെ നോമ്പ് പിടിച്ചിട്ടില്ല തുടർച്ചയായി എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു തരുന്നത്. അപ്പൊ അതനുസരിച്ച് നമുക്ക് തിങ്കളാഴ്ച ഉണ്ടാകും, വ്യാഴാഴ്ച ഉണ്ടാകും, ആ നോമ്പ് നമുക്ക് അനുഷ്ഠിക്കാൻ പറ്റും. ആ നിലയിൽ ഇനി ഒരാൾ നോമ്പ് അനുഷ്ഠിച്ചു എന്ന് വിചാരിച്ച് അയാൾ വൻ കുറ്റം ചെയ്തു എന്നൊന്നും പറയാവുന്ന നിലയിലല്ല അതിനെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങൾ നമുക്ക് കാണാൻ കഴിയുക. ഏതായിരുന്നാലും ശരി, അങ്ങനെയുള്ള പുണ്യകർമ്മങ്ങൾ, നമ്മൾ ദാനധർമ്മങ്ങൾ, ഉദ്ഹിയ്യത്ത് പോലുള്ള കാര്യങ്ങൾക്കുള്ള ഒരുക്കം തുടങ്ങി എല്ലാ നന്മകളും ചെറുതും വലുതുമായ നന്മകൾ കൂടുതൽ വർദ്ധിപ്പിച്ച് തസ്ബീഹ്, തഹ്ലീൽ, തഹ്മീദ്, തൗബ, ഇസ്തിഗ്ഫാർ, ഖുർആൻ പാരായണം, ഖുർആനുമായിട്ടുള്ള ബന്ധം, ഇങ്ങനെയുള്ള നന്മകളിൽ മുഴുകാൻ ഈ വരുന്ന 10 ദിവസങ്ങൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഹജ്ജിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ അമലുകൾ തുടങ്ങുന്ന ദുൽഹജ്ജ് 8 മുതൽ ആ ഹജ്ജിന് പോയ ആൾക്കാരുമായിട്ടുള്ള നമ്മളുടെ മാനസികമായ ബന്ധം നാം അത് ഉറപ്പിക്കേണ്ടതുണ്ട്, പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഇങ്ങനെ നന്മകളിൽ മുഴുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആസന്നമാകുന്ന ദുൽഹജ്ജ് 10 അതിന്റെ എല്ലാ അർത്ഥത്തിലും സ്വീകരിച്ച് പുണ്യം കരസ്ഥമാക്കുന്ന അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നാം ഏവരെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ച ഞാൻ ഇവിടെ ഉണ്ടായില്ല. അതിന്റെ തൊട്ട് മുമ്പുള്ള ദിവസം മരണപ്പെട്ട നമ്മുടെ റസാഖ് സേഠിന്റെ ഭാര്യ, റസാഖ് സേഠ് നമ്മുടെ ട്രസ്റ്റ് മെമ്പറാണ്. അവർ മരണപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരിക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പണ്ഡിതനും പിന്നെ അൽ ഫിത്ര പ്രീ സ്കൂളിന്റെ സ്ഥാപകനും നല്ല ഒരു പ്രഭാഷകനും എഴുത്തുകാരനും അറബി ഭാഷയിൽ അഗ്രഗണ്യത നേടിയ വ്യക്തിയുമായ സഈദ് ഫാറൂഖി,
വളരെ അടുത്ത് ബന്ധമുള്ള ഒരു പണ്ഡിതനാണ്. നിങ്ങൾക്കൊക്കെ പരിചയമുണ്ടാകും. CA മുഹമ്മദ് മൗലവി കുറച്ചു കാലം നമ്മുടെ ഈ പള്ളിയിൽ ക്ലാസ്സൊക്കെ എടുത്തിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ മകനാണ്. അതോടൊപ്പം തന്നെ നല്ല ഒരു പണ്ഡിതനാണ് എല്ലാ അർത്ഥത്തിലും. അദ്ദേഹം അധ്യാപകർക്ക് ട്രെയിനിങ് എടുക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ട്രെയിനിങ്ങിൽ പോയി ഇരിക്കാൻ വിദ്യാർത്ഥിയായി പോയി ഇരുന്ന പല അവസരങ്ങളും എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ഹസനാത്തുകൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. സയ്യിആത്തുകൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തെയും നമ്മളെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുടെ രോഗങ്ങളെ അള്ളാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. ഓപ്പറേഷന് വിധേയമാകുന്നവരുടെ ഓപ്പറേഷൻ അള്ളാഹു വിജയപ്രദമാക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളെയും അള്ളാഹു അകറ്റി തരുമാറാകട്ടെ. നന്മയും സമാധാനവും കുടുംബത്തിലും സമൂഹത്തിലും ജീവിതത്തിൽ ആകമാനവും അള്ളാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തി തരുമാറാകട്ടെ. നന്മയുടെ നാളുകൾ നമ്മുടെ മുമ്പിൽ പുലരാൻ സർവശക്തൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സർവോപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അള്ളാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات ويا غافر المذنبين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم انصر إخواننا المسلمين في فلسطين يا أرحم الراحمين والبلدان يا أرحم الراحمين والنساء يا أرحم الراحمين اللهم أصلح أحوال المسلمين يا رب العالمين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.